ബഡ്ജറ്റ് സംബന്ധിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവന അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടായപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് കേരളത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങി നൽകുമെന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ തെറ്റായ സമീപനമാണ്. മന്ത്രി പ്രസ്താവന പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയണം. സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയും ദൗർഭാഗ്യകരമാണെന്ന് ചെന്നിത്തല കോട്ടയത്ത് പറഞ്ഞു. ഏത് മന്ത്രിസ്ഥാനത്ത് കിട്ടിയാലും ആ മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് കേരളത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുക, കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മന്ത്രി ശ്രമിക്കേണ്ടത്. ഇപ്പോൾ 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ച എന്താണ്? ഈ ബഡ്ജറ്റിലൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും, കേരളത്തിന് കൂടുതൽ പദ്ധതികൾ ലഭിക്കും എന്നെല്ലാമല്ലേ. പക്ഷേ ഈ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി, കേരളത്തിന് ഒരു അവകാശം ചോദിക്കാൻ പോലും കഴിയില്ല എന്ന നിലയിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത്. കേരളത്തിന് ഇനി എന്തെല്ലാം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്? റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ, വ്യവസായങ്ങളുടെ കാര്യത്തിൽ, മൊത്തത്തിലുള്ള പുരോഗതിയുടെ കാര്യത്തിൽ, മാത്രമല്ല വയനാട്ടിലുണ്ടായ ദുരന്തത്തിന് പോലും കേന്ദ്ര സഹായം നൽകുന്നില്ല. അതുപോലും ചോദിച്ച് വാങ്ങുന്നതിനെ പറ്റി മന്ത്രിക്ക് പറയാനില്ല. പറഞ്ഞില്ലെങ്കിലും കേരളീയരെ അപമാനിക്കാൻ മന്ത്രി മുന്നോട്ട് വന്നത് ശരിയായില്ല.